Good morning. Good morning. Good morning, Miss. Good morning. Good morning, Miss. Morning. Morning. Good morning. Morning. Good morning. Morning. Good morning. Good morning. Morning. Good morning. Morning to all. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്മ്യൂണിന്റെ പേഷ്യൻസ് ആണ് പഠിച്ചത് അല്ലേ? ഓക്കെ. 2 organ failures ഉള്ള ലെവൽ ഏതാണ്? 2 organ failure ഉള്ള പേഷ്യൻസ് ഉള്ള ലെവൽസ് ഏതാണ്?
ലെവൽ 3. ഓക്കെ ഓക്കെ യെസ്. ലെവൽ 1 ഏതൊക്കെ ടീംസ് ആയിരിക്കും ഉണ്ടായിരിക്കുക പേഷ്യൻസിന്റെ കൂടെ? ലെവൽ 1 പാരാമെഡിക്സ് ആൻഡ് ട്രെയിൻഡ് നഴ്സ്. ഓക്കെ വെരി ഗുഡ്. കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ക്രിട്ടിക്കൽ കെയർ ടീംസും ഒക്കെ ഉള്ളത് ഏത് ലെവലിലാണ്? ലെവൽ 3. ഓക്കെ യെസ്. The accompanying person should be aptly trained, competent and experienced, and preferably should have done training in patient transplant, should have enough training in advanced cardiac life support, airway management, and critical care. If the physician is not available to shift unstable patients, then the provision of contact with the physician concerned by the transport tram should certainly be ready for services. ഓക്കെ, നമ്മള് ഈ 4 കാറ്റഗറീസ് പഠിച്ചപ്പോഴും അല്ലെ, ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് അവരുടെ കൂടെ പോകുന്ന പേഷ്യൻസിന്റെ കൂടെ അക്കോമ്പനി ചെയ്യുന്ന സ്റ്റാഫുകളെ നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പൊ പ്രത്യേകിച്ച് എന്താണ്, കൂടെ പോകുന്ന ആ സ്റ്റാഫുകള് നിർബന്ധമായിട്ട് എന്താണ്, നല്ല രീതിയിൽ സ്കിൽഫുൾ ആയിട്ട് ട്രെയിൻ ചെയ്തവരായിരിക്കണം, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നല്ല രീതിയിൽ അവയർനെസ് ഉള്ള വ്യക്തികൾ മാത്രമായിരിക്കണം ഇത്തരം സിറ്റുവേഷൻസ്. പ്രത്യേകിച്ച് കണ്ടീഷൻ മോശമായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ്, ആ ഒരു സമയത്ത് ആ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽസും അവർക്ക് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കൊടുക്കാനും എയർവേ മാനേജ് ചെയ്യാനും ക്രിട്ടിക്കൽ കെയർ കൊടുക്കാനൊക്കെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം പേഷ്യൻസിന്റെ കൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം ലെവൽ 3 പേഷ്യന്റിന്റെ കൂടെ ആരുണ്ടായിരിക്കും? ലെവൽ 3 കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും. ഇനി അദ്ദേഹം ഇല്ലാത്ത സമയമാണെങ്കിൽ, അതായത് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫിസിഷ്യന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ, അല്ലെ ഡോക്ടറിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്താണ്, then the provision of contact in the physician concern, നമുക്ക് ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒരുക്കിയിട്ടായിരിക്കണം നമ്മുടെ പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഫിസിഷ്യന്റെ സാന്നിധ്യം ഇല്ലാത്ത സമയത്ത് നമ്മളൊരു ട്രാൻസ്പോർട്ട് ട്രാമിനെ ആശ്രയിക്കുന്നു. ട്രാൻസ്പോർട്ട് ട്രാം എന്ന് പറയുന്ന എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഒരു പോർട്ടബിൾ ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. ഓക്കെ, അത് ഫിസിഷ്യൻ ഇല്ലാത്ത പക്ഷം അത് സർവീസസിന് എപ്പോഴും റെഡി ആയിരിക്കും. ഓക്കെ, അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന വേളയില് ഫിസിഷ്യൻ ഇല്ലാത്ത സമയത്ത്, പ്രത്യേകിച്ച് ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന സമയത്ത്, ഫിസിഷ്യൻ ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മളൊരു ട്രാൻസ്പോർട്ട് റാമിന് റെഡിയാക്കിക്കുന്നത്. ട്രാൻസ്പോർട്ട് റാം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ടാകുന്ന ഒരു വെഹിക്കിൾ ആണ്. ഓക്കെ യെസ്. അപ്പോ അത് ഓൾറെഡി ആ സർവീസസിന് എപ്പോ വേണമെങ്കിലും എന്താണ് വില്ലിംഗ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം. അവർ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാ സ്കിൽസ് ഉള്ളവരായിരിക്കണം അവരുടെ കൂടെ പോകേണ്ടത്. ഓക്കെ യെസ്, മനസ്സിലായോ? പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. മോർണിംഗ്. മനസ്സിലായവരെ? എന്താരും ഒന്നും മിണ്ടാത്തെ? കേൾക്കാൻ പറ്റുന്നില്ലേ ചോദിക്കുന്നത്? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, എന്താണ് എല്ലാവർക്കും എന്ത് പറ്റിയത്? ഉഷാറിലാണ് ക്ലാസ്സിൽ കയറിയിരിക്കുന്നത്. രാവിലെ ഭക്ഷണം കഴിച്ചില്ലാരും?
നിർത്തി കഴിച്ചു. പിന്നെ എന്താണ് കുറച്ച് നാളും കൂടി പഠിച്ചാൽ പോലെ ഇതിപ്പോ തന്നെ തീരും 3 and 4 മൊഡ്യൂൾ ഇപ്പൊ തന്നെ കഴിയും. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഇപ്പൊ പഠിച്ചത് അക്കമ്പനിങ് പേഷ്യൻസ് ആണ്. ഒന്നുകൂടി പറയണം, ഇവിടെ എന്തൊരു എളുപ്പമുള്ള കാര്യമുള്ളൂ ഞാൻ പറഞ്ഞപ്പോ. പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കോമ്പീറ്റന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കണം ഈ 4 ലെവലിൽ ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഓരോ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്. അപ്പൊ പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം, സ്റ്റാഫുകളായിരിക്കണം ട്രാൻസ്ഫർ വേളയിൽ ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എയർവേ മാനേജ് പ്രോപ്പറായിട്ട് എയർവേ മാനേജ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ കൊടുക്കാൻ കഴിവുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിരിക്കണം എന്തിലുണ്ടാവേണ്ടത്, പേഷ്യൻസിന്റെ ട്രാൻസ്ഫർ വേളയിൽ ഉണ്ടാകേണ്ടത്. ഇനി നമുക്കറിയാം ലെവൽ 3യെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എന്താണ്, ഒന്നിൽ കൂടുതലധികം ഓർഗൻസിന് ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലെ. ആ സമയത്ത് എന്താണ് നിർബന്ധമായിട്ടും ഫിസിഷ്യൻ കൂടെ ഉണ്ടായിരിക്കും. ഇനി ഫിസിഷ്യൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്തിനെ ആശ്രയിക്കണമെന്ന് പറയുന്നത്, ഒരു ട്രാൻസ്പോർട്ടറാണ്, അതൊരു വെഹിക്കിൾ ആണ്. പേഷ്യന്റിനെ കൊണ്ടുപോകുന്നുള്ള എല്ലാ ഫെസിലിറ്റീസും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വെഹിക്കിൾ ആണ്. അപ്പൊ എന്താണ്, നമുക്ക് ഡോക്ടർ ഇല്ലാത്ത പക്ഷം എന്താണ്, ഡോക്ടറിന്റെ അസാന്നിധ്യത്തിൽ നമുക്ക് ഡോക്ടറുമായിട്ട് എവിടെ ഇരുന്നാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പേഷ്യൻസിന്റെ കണ്ടീഷൻസ് ഒക്കെ ഒപ്പം എന്താണ് പറഞ്ഞ് അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് അവിടെ ഉള്ള ബാക്കി ആരൊക്കെ ഉണ്ടായിരിക്കും, നഴ്സ് ഉണ്ടായിരിക്കും, പാരാമെഡിക്സ് ഉണ്ടായിരിക്കും. അപ്പൊ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യും, അവര് പറയുന്ന ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ആ ഫെസിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻസിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എപ്പോ വേണമെങ്കിലും ഫിസിഷ്യൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു ട്രാൻസ്പോർട്ട് റാം എന്താണ് അവൈലബിൾ ആയിട്ട് സർവീസിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾ ആംബുലൻസ് പഠിച്ചപ്പോഴും ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഫിസിഷ്യനെ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ, ഫിസിഷ്യന്റെ സാന്നിധ്യം ഇല്ലാത്ത സമയത്ത്. സെയിം അത് തന്നെ ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി വരുന്നത് എന്താണ്, എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിങ്. നമ്മളിപ്പോ പേഷ്യന്റിന്റെ കൂടെ പോകുന്നത് ആരൊക്കെയാണെന്ന് തീരുമാനിച്ചു അല്ലെ, കണ്ടീഷൻ അനുസരിച്ച് ആരൊക്കെ കൂടെ പോകുന്നു എന്നുള്ളത്. ഇനി നോക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് കൊണ്ടുപോകണം, ഏതൊക്കെ ഡ്രഗ്സ് ആണ്, പിന്നെ മറ്റെന്ത് മോണിറ്ററിംഗ് ഡിവൈസസ് ആണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, യെസ്. A proper inspection with the provision of all life-saving drugs is compulsory for transfer of all patients with the level 1, 2 and 3 critical care needs. Okay, ഇവിടെ ഫസ്റ്റ് പറയുന്നത് എന്താണ്, നമ്മള് എല്ലാ എക്യുപ്മെന്റ്സിനും പ്രത്യേകിച്ച് ലൈഫ് സേവ് ചെയ്യുന്ന എല്ലാ മെഡിക്കേഷൻസ്, ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മെഡിക്കേഷൻസ്, എല്ലാ മരുന്നുകളും പ്രത്യേകിച്ച് ട്രാൻസ്ഫർ വേളയില് നിർബന്ധമായിട്ട് നമ്മൾ എന്താണ് അത് എല്ലാം ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. എങ്ങനെയുള്ള കാറ്റഗറി പേഷ്യൻസിനാണ് അത് വേണ്ടത്, ലൈഫ് സേവിങ്സ് വേണ്ടത് 1, 2 and 3 അല്ലെ. 1, 2 and 3 ഉള്ള പേഷ്യൻസിനാണ് ക്രിട്ടിക്കൽ കെയർ ആവശ്യമായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലൈഫ് സേവിംഗ് ഡ്രഗ്സുകളും കമ്പൽസറി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, മനസ്സിലായത്? യെസ്. The transfer ambulance should be prepared with all the drugs and devices needed for airway operation, oxygenation, ventilation, hemodynamic monitoring and resuscitation. ഇനി ട്രാൻസ്ഫർ ചെയ്യുന്ന ആംബുലൻസിനകത്ത് അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് എല്ലാ ഡ്രഗ്സുകളും പ്രിപ്പയർഡ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, മറ്റ് ഡിവൈസസുകൾ പ്രത്യേകിച്ച് എയർവേ ഓപ്പറേറ്റ് ചെയ്യാനുള്ള, എയർവേ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡിവൈസസുകളും, ഓക്സിഡേഷൻ ഡിവൈസുകൾ, വെന്റിലേഷൻ, ഹീമോഡൈനാമിക് മോണിറ്ററിംഗ് ആൻഡ് റീസസിറ്റേഷൻ. അതായത് ട്രാൻസ്ഫർ വേളയിൽ എല്ലാ ഡ്രഗ്സുകളും റെഡി ആയിരിക്കണം. മാത്രമല്ല പേഷ്യൻസിന്റെ മറ്റു കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിനുള്ള എല്ലാ ഡിവൈസസുകളും, റീസസിറ്റേഷൻ പ്രോസസ് എല്ലാം തന്നെ എന്താണ് അവൈലബിൾ ആയിരിക്കണം. ഇപ്പൊ ഹീമോഡൈനാമിക് മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ അവിടെ മോണിറ്റർ ചെയ്യുന്നത്, നമ്മള് ഹീമോഡൈനാമിക് മോണിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ. ഹീമോഡൈനാമിക് എന്താണ്, എന്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഹീമോഡൈനാമിക്, എന്താണ്
യെസ്, ബ്ലഡ് ഫ്ലോ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അല്ലെ. യെസ്, ഓക്കെ. അപ്പൊ അത്തരം സമയം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള പേഷ്യൻസിന് 1 and 2 ക്രിട്ടിക്കൽ കെയറുള്ള പേഷ്യൻസിന്റെ ഇത്തരം കാര്യങ്ങള് നമ്മള് ആംബുലൻസിനകത്ത് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എല്ലാ ഡിവൈസസുകളും സെറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. Then all the inspection need to be confirmed before the beginning of transfer together with the starting of infusion drugs. The drugs required for patient transfer involve muscle relaxant, sedative, analgesics, inotropes, and resuscitation drugs. The person responsible for patient transfer should assure correct supplies of these emergency drugs. Some of these drugs may be needed to prepare in a pre-filled syringes before the transfer. Okay. ഇനി നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് എന്താ, എല്ലാ ഡ്രഗ്സുകളും പ്രത്യേകിച്ച് ഇൻഫ്യൂഷൻ ഡ്രഗ്സുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, നമ്മുടെ IV ഫ്ലൂയിഡ്സുകളൊക്കെ അല്ലെ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യുന്ന വേളയിൽ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് മസിൽ റിലാക്സൻസുകൾ അല്ലെങ്കിൽ സെഡേറ്റീവ് മരുന്നുകള്. മസിൽ റിലാക്സൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. മസിൽ റിലാക്സേഷൻസിന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകൾ, അതേപോലെ സെഡേറ്റീവ് ഏജൻസുകള്, അനൽജെസിക്സ്. അതെന്താണ് അനൽജെസിക്സ് എന്ന് പറയുന്ന മരുന്നുകള്, കേട്ടിട്ടുണ്ടോ? അത് അനൽജെസിക്സ് എന്ത് തരം മരുന്നാണ് അനൽജെസിക്സ്? പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് കേട്ടോ. നമ്മൾ പെയിൻ കില്ലേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് അനൽജെസിക്സ് എന്ന് പറയുന്നത്. ഇനോട്രോപ്സ് എന്താണ്? ഇനോട്രോപ്സ് നമ്മുടെ ഹാർട്ടിന്റെ കൺട്രാക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഇനോട്രോപ്സ് എന്ന മെഡിക്കേഷൻസ്. ഓക്കെ, ഹാർട്ടിൽ ഉണ്ടാവുന്ന കൺട്രാക്ഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇനോട്രോപ്സുകൾ. മറ്റ് റീസസിറ്റേഷൻ ഡ്രഗ്സും എന്തിലുണ്ടായിരിക്കും? ഈ ഒരു ട്രാൻസ്ഫർ വേളയില് നമ്മളതെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഒന്ന് മസിൽ റിലാക്സൻ മരുന്നുകള്, സെഡേറ്റീവ് മരുന്നുകള്, അനർജെസിക്സുകള്, പെയിൻ കില്ലേഴ്സ്, ഹാർട്ടിന്റെ കൺട്രാക്ഷൻസ് കൊടുക്കുന്ന മെഡിസിൻസ്, പിന്നെ റീസസിറ്റേഷൻ ഡ്രഗ്സുകൾ. ഇതെല്ലാം തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി the person responsible for patient transfer should assure correct supplies of these emergency drugs. ഇനി കൂടെ പോകുന്ന വ്യക്തികൾ എന്താണ്, നിർബന്ധമായിട്ട് അവരുടെ ഉത്തരവാദിത്വമാണ് എന്താ, ഈ പറഞ്ഞ ഡ്രഗ്സുകളെല്ലാം തന്നെ, ഈ പറഞ്ഞ എമർജൻസി മരുന്നുകളെല്ലാം തന്നെ കറക്റ്റ് സപ്ലൈസസ് ആയിട്ട് തന്നെ കറക്റ്റ് അളവിൽ അത് മെയിൻറ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ടോ എന്ന് കൂടി അവരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല നമ്മൾ ഈ ഡ്രഗ്സുകൾ എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്തിരിക്കണം? Some of these drugs may be needed to prepare in pre-filled syringe before the transfer. നമ്മള് ഈ മരുന്നുകളെല്ലാം തന്നെ എന്താണ് ആ സിറിഞ്ചില് ഫിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതായത് ട്രാൻസ്ഫറിന് തൊട്ട് മുൻപായിട്ട് തന്നെ എന്താണ് ഈ പറഞ്ഞ മരുന്നുകളെല്ലാം തന്നെ പ്രീഫിൽഡ് സിറിഞ്ചസിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ് യെസ്. അപ്പൊ എന്താണ് പറയുന്നത്, ഇവിടെ പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എല്ലാ മെഡിക്കേഷൻസും ഒന്നുകൂടി ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് IV ഫ്ലൂയിഡ് പോലുള്ള മറ്റെല്ലാ ഇൻഫ്യൂഷൻ ഡ്രഗ്സുകള്, സെഡേറ്റീവ് ഏജൻസുകള്, മസിൽ റിലാക്സൻസ്, പെയിൻ കില്ലേഴ്സ്, ഇനോട്രോപ്സ്, റീസസിറ്റേഷൻ ഡ്രഗ്സ്, ഇവയെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് അവർ ഇൻസ്പെക്ട് ചെയ്യുക. മാത്രമല്ല എന്താണ്, അത് കറക്റ്റ് സപ്ലൈസസ് ആയിട്ട് കൂടെ ഉണ്ടോ എന്നുള്ളത് കൂടി അവിടെ കൊണ്ടുപോകുന്ന ആള് റെസ്പോൺസിബിൾ ആയിട്ട് അത് നോക്കണം. കറക്റ്റ് സപ്ലൈ ആയിട്ട് അത് ഉണ്ടോ എന്നുള്ളത് നോക്കണം. മരുന്നിന്റെ ഓരോ അളവുകൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, അതിനനുസരിച്ചിട്ട് എല്ലാം ശേഖരിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. മാത്രമല്ല ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എന്താണ് ഈ മരുന്നുകളെല്ലാം തന്നെ നമ്മൾ സിറിഞ്ചിൽ ഫിൽ ചെയ്തിട്ടായിരിക്കണം റെഡി ആവേണ്ടത്. ഓക്കെ, മനസ്സിലായോ? അതാ അത് വായിച്ചു നോക്കിയേ, പറഞ്ഞ പോയിന്റ് മാത്രം വായിച്ചു നോക്കിയേ. റിസസിറ്റേഷൻ ഡ്രഗ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാർഡിയോ പൾമണറി റിസസിറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ് കേട്ടോ.
ആൻട്രോപെയിൻ അങ്ങനെയൊക്കെ പറയുന്നത്, അതായത് ഹാർട്ടിന്റെ റിതംസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സുകളാണ്. പേരൊന്നും പഠിക്കണ്ട കേട്ടോ, പറഞ്ഞെന്നോണം. ഓക്കെ, ആ ക്ലിയർ ആണോ? ഇനി the minimal standard of inspection suggested for, ഇത് ശ്രദ്ധിക്കണേ, the minimal standard of inspection suggested for patient transfer include uninterrupted electrocardiogram inspection, non-invasive blood pressure, oxygen saturation and temperature. The non-invasive blood pressure may be notably affected by the motion artifacts, so it may be cautious to use invasive blood pressure inspection in a selected suspected of patients. Okay. ഇനി നമ്മൾ ഇപ്പൊ നേരത്തെ പഠിച്ച എന്താണ്, എല്ലാ മെഡിക്കേഷൻസ് റെഡിയാക്കുന്ന കാര്യങ്ങളാണ്. ഇനി അതോടൊപ്പം തന്നെ എന്താണ്, ഇനി നമ്മൾ കുറച്ച് ഇൻസ്പെക്ഷൻസ് കൂടി ചെയ്യേണ്ടതുണ്ട് പേഷ്യന്റിന്റെ, പ്രത്യേകിച്ച് ഒരു ഇലക്ട്രോ കാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ. എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്? ECG. എന്താണ് ECG? ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ECG ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സ്പാൻഷൻ അറിയാലോ, പഠിച്ചിട്ടുണ്ടാവുമല്ലോ ടെർമിനോളജിയിലൊക്കെ. ഇലക്ട്രോ കാർഡിയോഗ്രാം ഇൻസ്പെക്ഷൻ അല്ലെ? യെസ്, ഓക്കെ. അതെ, അത് ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ്, അതായത് എന്തെങ്കിലും വേരിയേഷൻസ് അതിൽ കാണിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിരിക്കും. ഓക്കെ, വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസ് അപ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടത്. അതേപോലെ തന്നെ എന്താണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ. എന്താണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്? നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്? സ്കിന്നിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണോ ബ്ലഡ് പ്രഷർ നോക്കുന്നത്? നോൺ ഇൻവാസീവ് സ്കിന്നിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ടാണോ BP നോക്കുന്നത്? നമ്മൾ നോർമലി നോക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു മെഷീൻ അല്ലെ, BP അപ്പറാറ്റസ് ഉപയോഗിച്ചുകൊണ്ടാണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നോക്കുന്നത്. ഓക്കെ അല്ലെ, അതായത് നമ്മള് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ മെഷർ ചെയ്യുന്ന വിഷയം കണ്ടിട്ടില്ലേ, നമ്മള് കയ്യിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് യെസ്, ഒരു ബാഗ് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്, അതാണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി നമ്മൾ ചെയ്യുന്നത് അത് ചെക്ക് ചെയ്തിരിക്കും. അതോടൊപ്പം തന്നെ എന്താണ്, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കും. പേഷ്യന്റിന്റെ ഓക്സിജൻ സാച്ചുറേഷൻ നോക്കിയാണ് അതിന്റെ മെഷർ ലെവൽ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് നോർമൽ ലെവൽ നോക്കും. പിന്നെ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ നോക്കും. ഓക്കെ യെസ്, അപ്പൊ പ്രധാനമായിട്ടും നടക്കുന്ന മിനിമൽ സ്റ്റാൻഡേർഡ് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, പേഷ്യന്റിന്റെ ECG ഇൻസ്പെക്ട് ചെയ്യുന്ന ഇലക്ട്രോ കാർഡിയോഗ്രാമിന്റെ ആ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളത്, നോർമൽ രീതിയിലാണ്, വേരിയേഷൻസ് ഉണ്ടാവുന്നത് കൃത്യമായിട്ട് നോക്കും. നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ, അതായത് നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ BP നോക്കുന്നു, ഓക്സിജൻ സാച്ചുറേഷൻ നോക്കും, ടെമ്പറേച്ചർ നോക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? The non-invasive blood pressure may be notably affected by the motion artifacts, so it may be cautious to use invasive blood pressure inspection in a selected subset of patients. നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നമ്മൾ നോർമലി നോക്കുന്നതാണ് അല്ലെ. ഇപ്പൊ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളാ പേഷ്യന്റ് കൊണ്ടുപോകുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് നോർമലി ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വേരിയേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതായത് നോർമൽ ആ മെഷീൻ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അപ്പൊ അതിന് പകരം, അതായത് ഓൾറെഡി നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കില്ല, വാഹനം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്താണ്, എന്തെങ്കിലും വേരിയേഷൻസ് ഇങ്ങനെ നോർമലി നോക്കിയുണ്ടോ? പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ ഇല്ലായിട്ടുള്ള പേഷ്യൻസ്, കുറച്ചുകൂടി ക്രിട്ടിക്കൽ സീരിയസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ, അപ്പൊ അതിന് പകരം നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ആ വേരിയേഷൻസ് ഒന്നും കാണിക്കാതെ കറക്റ്റ് ആയിട്ട് ഒരു അളവ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ഇൻസ്പെക്ഷൻ ചെയ്യണം. എന്താണ് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്? എങ്ങനെയായിരിക്കും ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? പേഷ്യന്റിന്റെ ആർട്ടറിയിലേക്ക്, അതായത് എന്താണ്, ആർട്ടറിയിലേക്ക് നേരിട്ട് ഒരു ഇൻസേർട്ട് ചെയ്തിട്ട്, അത് ഒരു ഇൻഫ്ലൂഡ് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട്, അതായത് യാതൊരു വേരിയേഷൻസ് കൂടാതെ കറക്റ്റ് അളവിൽ നമുക്കത് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആർട്ടറി അറിയാലോ? ആർട്ടറി എന്താണെന്നറിയാലോ? ആർട്ടറി എന്താണ്? ആർട്ടറി എന്താ? നമ്മുടെ ധമനിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ വെയിനിലേക്ക് എന്താണ് കറക്റ്റ് ആയിട്ടത് ഇൻവാസീവ് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ സ്കിന്നിൽ എന്ത് ചെയ്യുന്നു? സ്കിന്നില് നമ്മൾ ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ട് എന്ത് ഉപയോഗിച്ചിട്ട്, അവർ തിന്നായിട്ടുള്ള ട്യൂബ് ഉപയോഗിച്ചുകൊണ്ടിട്ട് കറക്റ്റ് ആയിട്ട് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ ഇൻസ്പെക്ട് ചെയ്യണം.
ഓക്കെ, അത് സെലക്ടഡ് ആയിട്ടുള്ള സബ്സെറ്റ് പേഷ്യൻസിന് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ്. അതായത് നമ്മൾ നോർമലി ആ മെഷീൻസ് വെച്ച് നോക്കിയാൽ എന്താണ്, ചിലപ്പോ ആ പോകുന്ന സമയത്ത് ചലനം മൂലം എന്താണ് കൃത്യമായിട്ട് നമുക്ക് ബി പി മെഷർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വെയിനിലൂടെ കണക്ട് ചെയ്തിട്ട് ബി പി ചെക്ക് ചെയ്യും കേട്ടോ. മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? ആ യെസ്. നോൺ ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്തൗട്ട് ബ്രേക്കിംഗ് സ്കിൻ ആണ് നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ നമ്മൾ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നത് അല്ലെ. ഇത് ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മള് പേഷ്യന്റിന് ആർട്ടറിയിലേക്ക് കണക്ട് ചെയ്തിട്ട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നതാണ് എന്താ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് സബ്സിസ്റ്റന്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മാത്രമാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡ്രഗ്സ് കൂടാതെ തന്നെ അറേഞ്ച് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻസ്പെക്ട് ചെയ്യേണ്ട മറ്റു 3 കാര്യങ്ങളാണ് എന്ത്, ഒന്ന് പേഷ്യന്റിന് ECG മെഷർ ചെയ്യുക, നോൺ ഇൻവാസീവ് ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, ടെമ്പറേച്ചർ. ഓക്കെ, കുറച്ചുകൂടി നല്ല രീതിയിൽ മെഷർ മോഷൻ ആർട്ടിഫാക്ട്സ് ഉദ്ദേശിക്കുന്ന ആ ചലന സമയത്ത്, രോഗിയുടെ ചലന സമയത്ത് വേരിയേഷൻസ് ഉണ്ടാവാം. നമ്മൾ നോർമലി നോക്കുന്നത്, അതാണ് ടീച്ചർ പറഞ്ഞത്. നോർമലി ആ മെഷീൻ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഓൾറെഡി ആള് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. ഓക്കെ, അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന വേളയിൽ അപ്പൊ ആ ചലന സമയത്ത് നമ്മളത് മെഷർ ചെയ്യുമ്പോൾ എന്താണ്, ആ അനക്കം ചലനം മൂലം എന്ത് സംഭവിക്കാം, കറക്റ്റ് ആയിട്ട് നമുക്ക് BP മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആളുടെ വെയിനിലേക്ക് ഇത് കണക്ട് ചെയ്തത്, ആർട്ടറിയിലേക്ക് നേരിട്ട് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ലൈവ് ആയിട്ട് നമ്മൾ BP മെഷർ ചെയ്യുന്നത് കേട്ടോ. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? Then, okay, all the inspection equipment should be secured accurately and should be placed at below the level of the patient for uninterrupted inception. The electrical device must be functional on battery power with the provision of extra batteries during transfer. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള മറ്റ് എക്യുപ്മെന്റ്സിന്, മറ്റ് നമ്മളുടെ ഉപകരണങ്ങളുടെ കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ച് ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് കൃത്യമായിട്ട് ആ എല്ലാ എക്യുപ്മെന്റ്സുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്തിരിക്കണം, ഇൻസ്പെക്ട് ചെയ്യണം. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഇതിന്റെയൊക്കെ ബാറ്ററി പവർ ഒക്കെ അല്ലെങ്കിൽ ചാർജ് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എക്സ്ട്രാ ബാറ്ററീസ് കൂടി കയ്യിലെടുത്തിട്ടാണ്, എക്സ്ട്രാ ബാറ്ററീസ് കൂടി നമ്മൾ കരുതിയിട്ടായിരിക്കണം പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകേണ്ടത്. ഇവിടെ ചെക്ക് ചെയ്യേണ്ടതാണ് എല്ലാ എക്യുപ്മെന്റ്സുകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, അതിനെന്തെങ്കിലും റിപ്പയറിംഗ് ആവശ്യമാണോ എന്നൊക്കെ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാം. പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഡിവൈസസിൽ ബാറ്ററീസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഡിവൈസസുകൾ ഉണ്ടെങ്കിൽ എന്താണ് ബാറ്ററി പവർ ചാർജ് പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ബാറ്ററീസ് കൂടി കരുതിയിട്ടായിരിക്കണം പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, മനസ്സിലായോ? Next one, patients on ventilator must be shifted on portable transport ventilators with the provision of display of alarms associated with the tidal volume, airway pressure, inspiratory-expiratory ratio, inspired oxygen fraction and respiratory rate. ഇനി പേഷ്യൻസ് വെന്റിലേറ്റേഴ്സിലാണെങ്കിൽ എന്താണ് നോക്കേണ്ടത്, വെന്റിലേറ്ററിലുള്ള പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു പോർട്ടബിൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കണം അല്ലെ. യെസ്, അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോർട്ടബിൾ വെന്റിലേറ്ററിലേക്ക് പേഷ്യന്റിനെ മാറ്റുന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ എല്ലാ ടൈഡൽ വോളിയൂംസും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ സാധിക്കണം അല്ലെ. പ്രത്യേകിച്ച് ഒരു വെന്റിലേറ്ററിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ആളെ മാറ്റുന്ന സമയത്ത് പോർട്ടബിൾ വെന്റിലേറ്ററിലേക്ക് ആയിരിക്കണം, പോർട്ടബിൾ വെന്റിലേറ്റർ സൗകര്യമുള്ള വെന്റിലേറ്ററിലേക്ക് ആയിരിക്കണം കൊണ്ടുപോകുക. ആ ഒരു സംവിധാനങ്ങൾ റെഡിയാക്കിയിട്ടായിരിക്കണം കൊണ്ടുപോകുന്നത്. അപ്പൊ അതിൽ എന്തുണ്ടായിരിക്കും, എല്ലാം കണക്റ്റഡ് ആണ് അല്ലെ. പേഷ്യൻസുമായിട്ട് എല്ലാ ഡിവൈസസുകളും കണക്റ്റഡ് ആണ്. അതായത് പേഷ്യൻസിന്റെ ടൈഡൽ വോളിയം, എയർ പ്രഷർ എത്രയാണ്, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേറ്റ് എത്രയാണ്, ഓക്സിജൻ ഫ്രാക്ഷൻ, റെസ്പിറേറ്ററി റേറ്റ്, ഇതൊക്കെ നമുക്ക് എന്താണ് ആ ഒരു ഡിസ്പ്ലേസിൽ കാണാൻ സാധിക്കും. അതായത് ഡിസ്പ്ലേയിൽ നോക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ കേസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ പേഷ്യൻസിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ള വേരിയേഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഡിസ്പ്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ മോണിറ്റർ എന്നൊക്കെ പറയില്ലേ, പേഷ്യൻസിന്റെ മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ ഇതിൽ പഠിച്ചിട്ടില്ലേ, വെന്റിലേറ്ററിൽ പഠിച്ചിട്ടില്ലേ നിങ്ങള്? യെസ്.
കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നോർമൽ ലെവലിലാണോ പേഷ്യന്റ് പോകുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേസുകൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് വെന്റിലേറ്ററിൽ ഇരിക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞത് എന്താണ്? ടൈഡൽ വോളിയം. എന്താണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്? പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ടൈഡൽ വോളിയം നമ്മൾ ഇൻഹേൽ ചെയ്യും എക്സേൽ ചെയ്യും ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ വോളിയംസ് നോക്കുന്നുണ്ടോ? ബ്രീത്ത് എടുക്കുന്ന സമയത്തും ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്തും പുറത്തേക്ക് എടുക്കുന്ന സമയത്തും എന്തെങ്കിലും അവിടെ മെഷർ ചെയ്യുന്നുണ്ടോ നമ്മള്? യെസ്. എന്താണ്? ഗ്യാസ് അല്ലെ? നമ്മള് എന്താണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്? ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ നിങ്ങള്. ടീച്ചർ പറഞ്ഞു തരാം, അത് നോട്ട് ചെയ്തേ. നോട്ട് ചെയ്യാം. ടൈഡൽ വോളിയം ഇസ് ദ tidal volume is the volume. Tidal volume is the volume of. Tidal volume is the volume of gas inhaled. Gas inhaled. Gas inhaled and exhaled. Gas inhaled and exhaled with each breath. With each breath. ഒന്നുകൂടി പറയാം. Tidal volume is the volume of gas inhaled and exhaled with each breath. നോട്ട് ചെയ്തോ? യെസ്. എന്താണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്? എന്താണ്? പഠിച്ചിട്ടൊന്ന് പറഞ്ഞേ. ബ്രെയിൻ അല്ല, ബ്രീത്ത്. ബ്രീത്ത് അവിടെ ബ്രെയിൻ എങ്ങനെ വരും മിസ്സിന്? ബ്രീത്ത്, ശ്വാസം. ഈച്ച് ബ്രീത്ത് എന്നാണ് ടീച്ചർ പറഞ്ഞത്. ആ, എന്താണ് അപ്പോ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്? ഒന്നുകൂടി പറയണോ? എഴുതിയെടുക്കാനാണോ? Tidal volume is the volume of gas inhaled and exhaled. Inhaled and exhaled with each breath. With each breath. Okay. എന്താണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്? യെസ്, വെരി ഗുഡ്. വോളിയം ഓഫ് ഗ്യാസ് ഇൻഹേൽഡ് ആൻഡ് എക്സ്ഹേൽഡ് വിത്ത് ഈച്ച് ബ്രീത്ത്. ഓരോ ബ്രീത്തിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ഗ്യാസിന്റെ മെഷർമെന്റ്, ആ ശ്വാസത്തിന്റെ വോളിയം ആണ് എന്ത്? ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് പ്രത്യേകിച്ച് വെന്റിലേറ്ററിൽ ഇരിക്കുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് കൃത്യമായിട്ടും മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന്റെ വോളിയം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആ ഡിസ്പ്ലേസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എയർവേ പ്രഷേഴ്സ് നോക്കും. ഓക്കെ, എയർവേ പ്രഷർ എന്താണ്? എയർവേ പ്രഷർ, എയർവേ പ്രഷർ എയർവേ പ്രഷർ എന്താ? എയർവേ പ്രഷർ ശ്വാസനാളം. ശ്വാസനാളത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമ്മർദ്ദം, അതായത് എയർവേയിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രഷറാണ്. അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾക്ക് എന്താണ് ആ ഡിസ്പ്ലേസസിൽ അറിയാൻ സാധിക്കും. ഓക്കെ, പ്രത്യേകിച്ച് ഒരു ക്രിട്ടിക്കൽ വെന്റിലേറ്റേഴ്സിൽ തുടരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ലങ്സിനെ അഫക്ട് ചെയ്യുന്ന ആ ഒരു പ്രഷർ എത്രത്തോളം നമ്മൾ അതിൽ മെഷർ ചെയ്യാനല്ല, അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ പ്രഷറിന്റെ അളവ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെന്താണ്? ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ. ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ ഇതായിരിക്കും അത്. ഇൻസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസ്പിറേറ്ററി എന്താണ്? ratio of the time spent breathing into the spent breathing out.
നമ്മള് ഉള്ളിലേക്ക് അകത്തേക്കും പുറത്തേക്ക് എടുക്കുന്ന ആ ഒരു റേഷ്യോ, ശ്വാസം അകത്തേക്ക് എടുക്കുന്നതിനും പുറത്തേക്ക് വിടുന്നതിനും ആ ഒരു റേഷ്യോ എത്രത്തോളമാണ്? ഇത് നോർമൽ റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഒരാളുടെ നോർമൽ ആയിട്ടുള്ള ഒരു എക്സ്പിറേറ്ററി റേഷ്യോ, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:2 ആണ് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, അറിയാൻ വേണ്ടിയാണ് കേട്ടോ. 1:2 ആണ് എന്ത് നോർമൽ ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഏറ്റവും ഹൈ ആയിട്ട് വരുന്നത് എപ്പോഴാണ്? 1:3 1:4 ഒക്കെ ആയി കഴിഞ്ഞാലാണ് ഇൻസ്പിറേറ്ററി റേഷ്യോസ് കൂടുന്നത്. ആ സമയത്താണ് പേഷ്യൻസിന് എന്തെങ്കിലും ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഏറ്റവും ഹൈ ആയിട്ട് വരുന്ന ഏതാണ് റേഷ്യോസ് എന്ന് പറയുന്നത്? 1:3 and 1:4 ആണ്. ഓക്കെ, അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരുന്നതാണ്. അവിടെ കിടന്ന് തപ്പുണ്ട്, അവിടെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നോർമൽ ആയിട്ടുള്ള റേഷ്യോ എപ്പോഴാണ്? ഏത് സമയമാണ് നോർമൽ റേഷ്യോ എന്ന് പറയുന്നത്? 1:2 ആണ്. ഓക്കെ, അതായത് ബ്രീത്ത് എടുക്കാണ്, ബ്രീത്ത് ഔട്ട് ചെയ്യാനായിട്ട് ആ സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈമിന്റെ റേഷ്യോ ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. പിന്നെ എന്തൊക്കെ നോക്കൂ? അത് കഴിഞ്ഞാൽ ഇൻസ്പേർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ, റെസിപ്പിറേറ്ററി റേറ്റ്. ഇനി ഓക്സിജൻ ഫ്രാക്ഷൻ എത്രത്തോളം ഉണ്ട്, റെസിപ്പിറേറ്ററി റേറ്റ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് ഓൾറെഡി ആ ഡിസ്പ്ലേസസിൽ ഇതെല്ലാം പേഷ്യന്റായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് അതെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്, പ്രത്യേകിച്ച് പേഷ്യൻസിന്, വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിനെ നമ്മൾ പോർട്ടബിൾ വെന്റിലേറ്ററിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. പ്രത്യേകിച്ച് ആ ഒരു പേഷ്യൻസിന്റെ കംപ്ലീറ്റ് വാല്യൂസ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള എല്ലാ ഡിസ്പ്ലേസും അലാംസും എന്താണ് നമ്മൾ അതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഒന്ന്, പേഷ്യന്റിന്റെ ടൈഡൽ വോളിയം ചെക്ക് ചെയ്യാൻ പറ്റും, എയർവേ പ്രഷേഴ്സ്, ഇൻസ്പിറേറ്ററി എക്സ്പിറേറ്ററി റേഷ്യോസ്, ദെൻ ഇൻസ്പേർഡ് ഓക്സിജൻ ഫ്രാക്ഷൻ ആൻഡ് റെസിപ്പിറേറ്ററി റേറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി special considerations. If the patient require an ambulance to take him to another facility, make arrangements for transportation with the Social Service Administration. Make sure that the necessary equipment is gathered to provide care at the cost of transport. എന്താണ് ഇവിടെ സ്പെഷ്യൽ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത്? സ്പെഷ്യൽ കൺസിഡറേഷൻസ് എങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻസ് കൊടുക്കുന്നത്? യെസ്, ക്രിട്ടിക്കലി ഉള്ള പേഷ്യൻസ് ആണ് അല്ലെ. ക്രിട്ടിക്കലി എന്തെങ്കിലും സ്പെസിഫിക് കേസസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഒരു കാർഡിയാക് കണ്ടീഷൻസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിലാണ് നമ്മൾ എന്താ സ്പെഷ്യൽ കൺസിഡറേഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവർ അങ്ങനെയുള്ള സമയത്ത് എന്താണ് രോഗിയെ മറ്റൊരു സൗകര്യത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രത്യേകിച്ചൊരു എന്താ പറയാ സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൽ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് സ്പെഷ്യൽ കൺസിഡറേഷൻസ് കൊടുക്കുമ്പോൾ ഇതിൽ നമ്മൾ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് മാത്രമല്ല, അല്ലാതെ കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ സെലിബ്രിറ്റീസിനെ കണ്ടിട്ടില്ല, നമ്മള് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ മറ്റ് പ്രമുഖ വ്യക്തികളായിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് കുറച്ചും കൂടി ഹോസ്പിറ്റൽ കുറച്ചുകൂടി മുൻകൈ എടുത്തുകൊണ്ട് മറ്റെന്തെങ്കിലും സംവിധാനം, മറ്റ് സർവീസസിന്റെ അടിസ്ഥാനത്തിൽ അവർ കുറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു കൊടുക്കും. ഓക്കെ, യെസ്, അതായത് സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ. യെസ്, അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ചും കൂടി നമ്മുടെ ഗവൺമെന്റിൽ നിന്നൊക്കെ കുറച്ചും കൂടി കൺസിഡറേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. ആ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ട്രാഫിക് സിനിമ കണ്ടിട്ടുണ്ട് നിങ്ങള്? ട്രാഫിക് സിനിമ, യെസ്, അവിടെ ഒരു ഭരണ സംവിധാനം മുഴുവൻ നമ്മൾ എന്താണ് എല്ലാ കൺസിഡറേഷൻസും കൊടുത്തിട്ടാണ് ആ ഒരു നമ്മുടെ ഹാർട്ട് കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നത് കണ്ടിട്ടില്ല നമ്മളാണ്. യെസ്, സിനിമ കണ്ടവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ കൊടുക്കുക. അങ്ങനെ ഈ കേസസ് നമുക്ക് അതും പറയാം കേട്ടോ. നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികൾക്കും നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് അങ്ങനത്തെ സിറ്റുവേഷൻസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ട് പ്രത്യേകിച്ച് സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ആംബുലൻസ് സർവീസസുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇനി ആ ഒരു സമയത്താണെങ്കിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും മറ്റെല്ലാ സാധനങ്ങളും ട്രാൻസ്പോർട്ട് വേളയിൽ അതെല്ലാം തന്നെ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടായിരിക്കണം നമ്മള് പേഷ്യന്റിനെ അവിടെ കൊണ്ടുപോയത്. ഓക്കെ, നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തരം സംവിധാനങ്ങളും
ആ ഒരു ആംബുലൻസിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടായിരിക്കണം, അത് ഷുവർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ പേഷ്യന്റിനെ തിരിച്ചു കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഏതൊക്കെ എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രഗ്സും ഏതൊക്കെ മോണിറ്ററിംഗ് ഡിവൈസസ് ഒക്കെയാണ് പേഷ്യന്റിന്റെ ട്രാൻസ്ഫർ വേളയിൽ കൊണ്ടുപോകുന്നതാണ് നമ്മൾ പഠിച്ചത് അല്ലെ. പ്രത്യേകിച്ച് 1 and 2, 3 ക്രിട്ടിക്കൽ കെയറുള്ള പേഷ്യൻസിന്റെ ആവശ്യകത അനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറഞ്ഞു. ഏതൊക്കെ മരുന്നുകളാണ്, പ്രത്യേകിച്ച് സഡേറ്റീവ് അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് പോലുള്ള മരുന്ന് ഉപയോഗിക്കണം, പേഷ്യന്റിന്റെ ECG അല്ലെങ്കിൽ ഓക്സിജൻ സാച്ചുറേഷൻ മുതലായ അല്ലെങ്കിൽ എയർ ഓപ്പറേഷൻസ് എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. അതോടൊപ്പം തന്നെ വെന്റിലേറ്ററിൽ തുടരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്ടബിൾ വെന്റിലേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. സ്പെഷ്യൽ കൺസിഡറേഷൻസ് ഉള്ള വ്യക്തികൾക്കാണെങ്കിൽ എന്താണ് അതിനനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് അതിലുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും കൃത്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്തിട്ടായിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അവിടെ വരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെയാണോ? യെസ്. ഇനി ലാസ്റ്റ് പ്രോസസ് എന്താണ്? ട്രാൻസ്ഫറിന്റെ ഒരു അവസാന ഭാഗത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഡോക്യുമെന്റേഷൻസ് അല്ലെ? യെസ്. ഓക്കെ, authentication of patient transfer is not significant but often missed as part of transfer. Okay, yes. നമുക്കറിയാം ഒരു ഡോക്യുമെന്റ്സ്, അതായത് ആ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടക്കുന്ന ആ ഒരു ഡോക്യുമെന്റ്സ് നമ്മൾ നമ്മൾ എവിടെയാണോ ഏത് ഫെസിലിറ്റിയിലേക്കാണോ മാറ്റുന്നത് അവിടെ കൊടുക്കുന്നതോടുകൂടി എന്താണ് നമ്മുടെ ട്രാൻസ്ഫർ പ്രക്രിയ അവിടെ അവസാനിക്കാം അല്ലെ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു ഒതന്റിക്കേഷൻ ആണ്. ഒതന്റിക്കേഷൻ മീൻസ് എന്താണ്? ആധികാരികമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ് ആണ് അവസാനം ഈ ട്രാൻസ്ഫറിന്റെ വേളയിലുള്ള ഒരു ഒതന്റിക്കേഷൻ മീൻസ് ആധികാരികത എന്ന്. ആധികാരികത മീൻസ് ആ ഒരു ഡോക്യുമെന്റ്സ് നമ്മൾ ട്രാൻസ്ഫർ വേളയിൽ ആ ഫെസിലിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു ആധികാരികത മുൻനിർത്തിക്കോട്ടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്റ്റേജ്, അതായത് നമ്മൾ ട്രാൻസ്ഫർ വേളയിലെ ഒതന്റിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ 4 സ്റ്റേജിൽ, അതായത് നമ്മൾ തുടങ്ങി ഇവിടെ വരെ പറഞ്ഞു, ഈ D വരെ പറഞ്ഞ E വരെ പറഞ്ഞ കാര്യങ്ങൾ, അതാണ് ഈ 4 സ്റ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ 4 സ്റ്റേജിലെ എല്ലാ കാര്യങ്ങളും ആ ഒരു ഡോക്യുമെന്റ്സിൽ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് ഒരു ലീഗൽ റിപ്പോർട്ടാണ്. ഓക്കെ, authentication should always be obeys all stages of transfer since it was only a legal report that patients was transferred. It must consist of the patient condition, reason to transfer, name and designation of referring and receiving clinicians, details and status of important signs before the transfer, clinical events during the transfer and the treatment given. ഓക്കെ, അപ്പൊ ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്കറിയാം 4 സ്റ്റേജിൽ ആ പേഷ്യൻസിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും? പേഷ്യന്റിന്റെ കണ്ടീഷൻ ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് റീസൺ ഉണ്ടായിരിക്കും അല്ലെ, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന റീസൺ എന്താണ്, എന്തൊക്കെയാണ് റെഫർ ചെയ്യാനുള്ള കാരണങ്ങൾ, റെഫറിംഗ് ലെറ്റേഴ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സയൻസുകൾ, സ്റ്റാറ്റസ് ഒക്കെ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത് അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. പിന്നെ ക്ലിനിക്കൽ ഇവന്റ്സ്, പ്രത്യേകിച്ച് പേഷ്യൻസിന്റെ ക്ലിനിക്കൽ ഇവന്റ്സ് ഏതാണ് പ്രസന്റ് കണ്ടീഷൻ മുതൽ പേഷ്യന്റിന് ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് വരെ കൊടുത്തു എന്ന എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരിക്കും. ആ ഡോക്യുമെന്റ്സിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടാണ് അന്നത്തെ ഫെസിലിറ്റിയിലേക്ക് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, യെസ്. മാത്രമല്ല ഇത്രയും കാര്യങ്ങൾ മാത്രം മതിയോ? ഈ ഡോക്യുമെന്റ്സിൽ വേറെ എന്തൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വേണം നമുക്ക്? പേഷ്യന്റിനെ നിർബന്ധമായി ട്രാൻസ്ഫർ ചെയ്യണതിൽ നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണ് എന്ത് വേണം? ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് മണി. എന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് മണി എന്ന് പറയുന്നത്? ഒരു സാക്ഷ്യപത്രം ആവശ്യമാണ്. ആരുടെയാണ് സാക്ഷ്യപത്രം? സമ്മതപത്രം ആരുടെയാണ്? കൺസേൺ ആരുടെയാണ് വേണ്ടത്? ടെസ്റ്റ് മണി എന്ന് പറയുന്നത് സാക്ഷ്യപത്രമാണ് കേട്ടോ. നമ്മുടെ കൺസേൺ സമ്മതത്തിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സമ്മതപത്രം കൂടി അതിൽ നമ്മളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് ഇൻട്രാ ട്രാൻസ്ഫർ ആണെങ്കിലും ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണെങ്കിലും എന്താണ് ആ ഒരു സമ്മതപത്രം കൂടി ആ ഡോക്യുമെന്റ്സിന്റെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, these legal papers should be used for audit purpose for investigative defense in the patient transfer. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ് ലീഗലി ഈ പേപ്പേഴ്സ് ആവശ്യമാണ്. പ്രത്യേകിച്ച് ട്രാൻസ്ഫറിന്റെ ആ ഒരു ഓഡിറ്റ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടായി കഴിഞ്ഞാലും
നമ്മുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ടാവുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് പ്രത്യേകിച്ച് ലീഗലി ഒരു പ്രൊട്ടക്ഷൻ ആണ് അല്ലെ. പേഷ്യൻസിന്റെ ഫാമിലിയുടെ സമ്മതത്തോടു കൂടിയും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഒരു റെഫറിങ് കൂടിയിട്ടാണ് നമ്മുടെ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത് എന്നതിനൊക്കെയുള്ള ഒരു തെളിവാണെന്ന് ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ ഒരു കൺസേൺ അല്ലെങ്കിൽ സാക്ഷ്യപത്രം എല്ലാം. ഓക്കെ, യെസ്. There should be an official handing over the receiving facility between the transferring team and receiving team, who include doctors and nurses. The different reports of clinical investigations and diagnostic studies should be transferred to the acquiring team. Okay. ഇനി ലാസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഹാൻഡ് ഓവർ ചെയ്യണം അല്ലെ. റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആരുടെ കൂടെ? പ്രത്യേകിച്ച് റിസീവിംഗ് ടീം ആരൊക്കെ ഉണ്ടായിരിക്കും അതില്? ഇൻക്ലൂഡ് ഡോക്ടേഴ്സും നഴ്സും ഉണ്ടായിരിക്കും. ഇനി മാത്രമല്ല എല്ലാ റിപ്പോർട്ട്സുകളും പ്രത്യേകിച്ച് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് റിപ്പോർട്ട്സിലെല്ലാം തന്നെ എന്താണ് നമ്മൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് കൈമാറുന്നതോടു കൂടിയാണ് ട്രാൻസ്ഫർ പ്രക്രിയ അവിടെ അവസാനിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ വേളയിൽ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ട്രാൻസ്ഫർ വേളയിലെ ഫസ്റ്റ് ബിഗിനിങ് സ്റ്റേജ് മുതൽ പ്രസന്റ് സ്റ്റേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അതായത് ഒരു പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, പ്രസന്റ് കൊടുത്ത ട്രീറ്റ്മെന്റ് വരെയുള്ള എല്ലാ മോണിറ്ററിംഗും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. യെസ്, ഓൾ റിപ്പോർട്ട്സ് ആണ് അല്ലെ. അതിന്റെ ഒപ്പം തന്നെ എന്തുണ്ടായിരിക്കും? ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് റിലേറ്റീവ്സിന്റെ ഒരു സമ്മതപത്രം, കൺസേണും അതിലുണ്ടായിരിക്കും. ഓക്കെ, അത് ലീഗൽ പർപ്പസസിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളത് സൂക്ഷിക്കുന്നത്. മാത്രമല്ല ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഡോക്യുമെന്റ് ടെസ്റ്റിമണീസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അവസാന ഘട്ടമാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഓവറിംഗ് ആണ്. അതായത് നമ്മൾ എല്ലാ റിപ്പോർട്ട്സോട് കൂടി ആ പേഷ്യന്റിനെ അനദർ ഫെസിലിറ്റിയിലേക്ക് കൈമാറുന്നതോടുകൂടിയാണ് ഈ ഒരു പ്രോസസ് അവസാനിക്കുന്നത്. ഓക്കെ, യെസ്. ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. മനസ്സിലായത് എനിക്ക് പറഞ്ഞത്? ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഡോക്യുമെന്റേഷനിൽ നിൽക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് പ്രോസസ് എന്തായിരുന്നു? ട്രാൻസ്ഫറിന്റെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയാമോ? നോക്കാറുണ്ട്, പറയാമോ? ഇത് ഏറ്റവും അവസാനത്തെ പ്രോസസ്സാണ്. ഏറ്റവും ഫസ്റ്റ് പ്രോസസ് എന്തായിരുന്നു? യെസ്, വെരി ഗുഡ്. ഡിസിഷൻ ആണ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ പഠിച്ചതില് ഇത്രയും സ്റ്റേജസ് പഠിച്ചു. അതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രാൻസ്ഫർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു സിറ്റുവേഷൻ ഏതാണ്? അല്ലെങ്കിൽ ഏത് പ്രോസസ്സിലാണ് പേഷ്യൻസിന് ഏറ്റവും കോംപ്ലിക്കേഷൻസ് തോന്നുന്നത്? ഏത് സമയത്താണ്? അല്ലെങ്കിൽ ഏത് പ്രോസസ്സിലാണ് കോംപ്ലിക്കേഷൻസ് കൂടുതലുള്ളത്? ബിയിൽ എന്താണ്? എയർ ട്രാൻസ്പോർട്ട് അല്ലെ. യെസ്, എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ച് ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിലെ പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഘട്ടമാണ് അല്ലെ. യെസ്, അതേപോലെ തന്നെ കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ള പേഷ്യൻസ് ആണ്. ഒട്ടും ശരിക്കും പറഞ്ഞാൽ 50% ചാൻസസ് ഉള്ള കേസസുകൾ മാത്രമാണ് അതൊക്കെ. ജീവൻ എന്തെങ്കിലും എന്താ പറയാ ഭാഗ്യം എന്തെങ്കിലും മാത്രം രക്ഷപ്പെടുന്ന കാര്യങ്ങളാണ് ഈ ഒരു എയർ ട്രാൻസ്പോർട്ട് പ്രോസസ്സിൽ വരുന്നത്. ഓക്കെ, അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതേപോലെ തന്നെ വേറെ ഏതാണ്? വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. കാര്യം നമുക്ക് പേഷ്യന്റിനെ സ്റ്റേബിൾ ആക്കുന്ന സമയത്തല്ലേ കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുന്നത്. സ്റ്റേബിൾ ആക്കി മാറ്റിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എയർവേ മാനേജ് ചെയ്യാൻ, ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാൻ, സർക്കുലേഷൻസ്, ഡിസബിലിറ്റീസ് ഒക്കെ ഓക്കെ ആക്കാൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, യെസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം ആവശ്യമാണ് അല്ലെ. എല്ലാം ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, യെസ്. ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണേ. ഞാൻ പറഞ്ഞാൽ ഓർക്കുന്നില്ല. നമ്മുടെ പേഷ്യന്റ് വെന്റിലേറ്ററിലാണെങ്കിൽ എന്തൊക്കെയാണ് അവരെ മോണിറ്റർ ചെയ്തതെന്ന് നോക്കിയില്ലേ? ടൈഡൽ വോളിയം മുതൽ റെസിപ്പിറേറ്ററി റേറ്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
സ്പെഷ്യൽ കൺസിഡറേഷന് മുൻപായിട്ടുള്ള ഭാഗം കണ്ടോ? ആ അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. പേഷ്യന്റ് അതെല്ലാം ചെയ്യണമെന്നില്ല, അതറിയാലോ നമുക്ക്. വെന്റിലേറ്ററിൽ ഇരിക്കുന്ന പ്രത്യേകിച്ച് പോർട്ടബിൾ ട്രാൻസ്പോർട്ട് വെന്റിലേറ്ററുള്ള പേഷ്യൻസിന് എന്തൊക്കെയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. ഹൈഡൽ വോളിയം മുതൽ റെസ്പിറേറ്ററി റേറ്റ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി കേട്ടോ. ഇതിന്റെ മോക്ക് ടെസ്റ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ട് തോന്നിയോ? ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് ഇല്ലല്ലോ, മനസ്സിലാവുന്നില്ലേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട്? എഫ് ആയിട്ടുള്ള പോയിന്റ് അല്ലടോ, എഫ് അല്ല. ഇന്റർ ഹോസ്പിറ്റൽ ഒന്ന് പറയാമോ? നിങ്ങളുടെ കൂട്ടുകാർ തന്നെ പറഞ്ഞു തരുമല്ലോ. ഇന്റർ ഹോസ്പിറ്റൽ എന്താണെന്ന് പറഞ്ഞേ. ഇന്റർ 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 ഇൻട്രാന്ന് ടീച്ചർ എത്ര വട്ടം പറഞ്ഞു തന്നു? സുമയ്യ ടീച്ചർ ചോദിക്കട്ടെ, അപ്പൊ ഇൻട്രാ ഹോസ്പിറ്റൽ എന്തായിരിക്കുള്ളൂ? ഇന്റർ എന്തായിരിക്കും? ഇന്റർ അവിടെ നിൽക്കട്ടെ, ഇന്റർ എന്തായിരിക്കും? സുമയ പറഞ്ഞേ. വിത്തിനാണോ? യെസ്. അതായത് ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് നമ്മൾ മാറ്റുന്നതിനാണ് ഇന്റർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇൻട്രാ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോസ്പിറ്റലിൽ നിന്ന് അനദർ ഹോസ്പിറ്റലിലേക്ക്, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് എന്താ ഇൻട്രാ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഔട്ട് സൈഡിലേക്ക് മാറ്റുന്നത് അത് തന്നെ നമ്മൾ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണലും പറയുന്നത് തന്നെയാണ് കേട്ടോ. ആ എക്സാമ്പിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ എക്സാമ്പിൾ എന്താണ്? ജനറൽ വാർഡിൽ നിന്ന് നമ്മൾ ഐസിയുലേക്ക് മാറ്റുന്നത്. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ ഈ ചാപ്റ്റർ? ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ചിലവൊക്കെ മനസ്സിലാക്കാൻ. വാസോപ്രസേഴ്സ് ഡ്രഗ്സ് ആണല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാസോപ്രസേഴ്സ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? SPT അല്ലേ? യെസ്. കുറച്ച് ടഫാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വാസോപ്രസേഴ്സ് ഡ്രഗ്സ് ആണ് കേട്ടോ. ഓക്കെ, SPT സപ്പോർട്ട് കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവർക്ക് വേണ്ടിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാസോപ്രസേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. യെസ്, നമ്മള് അടുത്ത ചാപ്റ്റർ എടുക്കുന്നത് ഇന്ന് എടുക്കുന്നില്ല, പറഞ്ഞു വെക്കുന്നുള്ളൂ കേട്ടോ. ഇത് അവിടെ നിൽക്കട്ടെ കേട്ടോ, ചാപ്റ്റർ 3 അവിടെ നിൽക്കട്ടെ. ഇമ്പോർട്ടന്റ് ടീച്ചർ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ നോക്കണം എന്നുള്ളത്, അണ്ടർലൈൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നുകൂടി പറഞ്ഞു പോയാണ്, ജസ്റ്റ് ബ്രീഫ് ചെയ്യണം കേട്ടോ. ഇന്റർ ട്രാൻസ്ഫർ ഇൻട്രാ ട്രാൻസ്ഫർ എന്തായാലും പഠിക്കണം. പിന്നെ ട്രാൻസ്ഫറിന്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. ഓക്കെ, പർപ്പസ് നോക്കിയാൽ മതി, പർപ്പസ് ഒക്കെ സിമ്പിൾ ആണ്, വായിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരു ട്രാൻസ്ഫർ വിത്തിന്റെ ഫെസിലിറ്റിയിലേക്ക് മാറ്റുന്ന പ്രൊസീജിയറുകൾ എന്തൊക്കെയാണ്, നമ്മൾ ഒരുപാട് പോയിന്റ്സ് പഠിച്ചിട്ടുണ്ട്, അത് നോക്കണം. എല്ലാം നോക്കാനുണ്ടോ? ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റ്റൻഡഡ് കെയർ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കീ എലമെന്റ്സ് ആണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീ എലമെന്റ്സ് പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ ഇല്ലാണ്ടുള്ള പേഷ്യൻസിന് നമ്മള് ABCDE അത് പഠിക്കണം കേട്ടോ. യെസ്,
പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് പറഞ്ഞ എന്താണ് GCSന്റെ എക്സ്പാൻഷൻ, ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഇതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റിന്റെ കോൺഷ്യസ് ലെവല് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് GCS ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സെഡേറ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നതിന് മുൻപും നമ്മൾ എന്താണ് ഇത് മെഷർ ചെയ്തിട്ടുണ്ടായിരിക്കാം. മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് ആളെങ്ങനെയാണോ, ആള് കോൺഷ്യസ് ആണോ എന്ന് നോക്കിയിട്ടായിരിക്കണം നമ്മൾ അതിനുശേഷം ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്ഫർ അറിയാലോ, മോഡ് ഓഫ് ട്രാൻസ്ഫർ എളുപ്പമാണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എയർ ട്രാൻസ്പോർട്ടേഷൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവുന്ന രോഗികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കണ്ടീഷനാണ് നമ്മൾ ഇന്നലെ പഠിച്ചു. പേരുകളൊക്കെ ഒപ്പിക്കാം. പിന്നെ ഇതും ഇമ്പോർട്ടന്റ് ആണ്, ലെവൽ 3 0 1 2 3 പഠിക്കണം. എളുപ്പമാണോ, പഠിച്ചു തുടങ്ങിയ എളുപ്പമാണ്. അടുത്തത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ ആരെങ്കിലും എടുത്തോ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തോ ആരെങ്കിലും? ഇല്ല, അതവിടെ നിൽക്കട്ടെ കേട്ടോ, ഞാനിപ്പോ എടുക്കുന്നില്ല. വലിയ ചാപ്റ്റർ വേറൊന്നുമല്ല, നിങ്ങൾ ഓൾറെഡി ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു ആഘാതത്തിൽ ഇരിക്കുകയാണ്. കുറച്ചുകൂടി രസകരമായ എന്തെങ്കിലും പഠിക്കുക. രസകരമൊന്നുമില്ല, വേറൊന്നുമല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. എന്നാലും കുറച്ചുകൂടി നമുക്ക് കേട്ടിരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഓർഡർ അനുസരിച്ച് നമ്മൾ എടുക്കില്ലല്ലോ, അറിയാലോ. ഓർഡർ അനുസരിച്ച് അതേ നമ്പർ അനുസരിച്ച് എടുക്കൂല, അങ്ങനെ എടുക്കില്ല കേട്ടോ. അടുത്തതിന് ചാപ്റ്റർ 7 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ചാപ്റ്റർ 7 ചാപ്റ്റർ 7 PDF കാണാമോ? ഒരു കാര്യം പറയാം, ഇതില് നമ്മള് ഫസ്റ്റ് തുടങ്ങുമ്പോ തന്നെ കാണുന്ന ചില പിള്ളേർക്ക് ചിലപ്പോ ഏത് നോക്കുമ്പോ ജോഗ്രഫി ക്ലാസ് ആണ്, എക്കണോമിക്സ് ക്ലാസ് ആണെന്നൊക്കെ ചിലപ്പോ തോന്നും. കാരണം ഇതിൽ ഫസ്റ്റ് നമ്മുടെ ഈ ഡിസാസ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ, അതായത് നോർമലി നടക്കുന്ന ദുരന്തങ്ങളില്ലേ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നുള്ളതിലേക്ക് കിടക്കുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഭാഗം അങ്ങനെ തന്നെയാണ് കേട്ടോ. നോർമൽ ദുരന്തങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്സ് ആണെന്നുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ സമയം കിട്ടുന്നെങ്കിൽ ഒന്ന് വായിച്ചിട്ട് പോരാ കേട്ടോ, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു. Have a nice day.